മാളു, ഈ മാളു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എങ്ങോട്ടേക്കാ ഇത്ര കാലത്ത്? ഞാൻ അങ്ങനെയാ, കാലത്തേ എഴുന്നേക്കും. എന്നാലല്ലേ ആരും കാണുന്ന ഡ്രസ്സ് മാറാൻ പറ്റൂ. ആരെങ്കിലും കണ്ടാൽ എന്താ? ഇവിടെ പെണ്ണുങ്ങൾ മാത്രല്ലേ ഉള്ളൂ. അല്ല, അതിപ്പോ പെണ്ണുങ്ങൾ കാണുന്നതാ കുഴപ്പം. മാത്രല്ല, എനിക്ക് നേരത്തെ പോയേ ഒക്കൂ. എങ്കിലും ഓഫീസ് സമയത്തിന് എത്താൻ പറ്റൂ. ഓക്കെ, വൈകിട്ട് കാണാം. ബൈ ബൈ. ഹലോ, ഒന്ന് പരിചയപ്പെട്ടാലോ? നീ പോടാ പറഞ്ഞ. മാനേഴ്സ് ഇല്ലാത്ത ചീപ്പ് പാർട്ടികൾ. ഹലോ. ഹലോ. ഹൗ ആർ യു? ഐ എം ഫൈൻ. പെട്ടെന്ന് ഫോളോ ചെയ്തില്ലെങ്കിൽ മിസ്സാവും. ഈ സമയത്ത് എന്നെ സ്റ്റാർട്ടിംഗ് ട്രബിൾ വരണം. ഓട്ടോ ഓട്ടോ, വേഗം ആ വണ്ടിയുടെ പുറകെ വിട്. ആര് കയറണ്ടേ? വേഗം വിട്, വേഗം വിട്. ഇന്നലെ രാത്രി എങ്ങനെയായിരുന്നു? എല്ലാവരും കിടുങ്ങിയില്ലേ? കിടുങ്ങിയോന്നോ? വേരണ്ട് നാറി. വാച്ചർ ഹോസ്പിറ്റലിലാ. ആർക്കും സംശയമൊന്നുമില്ലല്ലോ. സംശയമില്ലെന്ന് മാത്രമല്ല, നമ്മുടെ പ്ലാൻ വിജയിക്കുകയും ചെയ്തു. നിങ്ങൾക്കറിയോ, ഞാൻ ഇന്നലെ കിടന്നത് മാളവികയുടെ മുറിയിലാ. എന്നിട്ട് നീ നേരെ നോക്കി വണ്ടി ഓടിക്കും, അവൻ പറയും. സാറ് പറ. രാത്രി ഞാനും അവളും ഒരേ കട്ടിലിൽ. അവൾ മെല്ലെ ഉറങ്ങി. എന്നിട്ട് കുറച്ചു കഴിഞ്ഞ് കുറച്ചു ഞാനും ഉറങ്ങി. കളഞ്ഞു കുളിച്ചത് കാലത്താ. ഞാൻ അതിരാവിലെ എണീറ്റ് എന്റെ മുറിയിൽ പോയി വസ്ത്രങ്ങളെല്ലാം മാറി തിരികെ വന്ന് അവളെ വിളിച്ചുണർത്തിയിട്ട് ഈ കൈ രണ്ടും മെല്ലെ ഉയർത്തിയിട്ട് ടാറ്റയും പറഞ്ഞിട്ടേക്ക് പോന്നു. ആ, ഏതെങ്കിലും ഹോട്ടലിൽ നിർത്ത്, എനിക്ക് വല്ലാത്ത വിശപ്പുണ്ട്. ഒന്ന് വേഗം വിടണോ? റൈറ്റ് വളച്ചോട്ട്. അവളെ കാറിനകത്താക്കിയിട്ട് എവരിത് എങ്ങോട്ടാ പോകുന്നത്? അവളോട് തനിച്ച് സംസാരിക്കാൻ പറ്റിയ അവസരം ഇതാ. ചേട്ടാ, ബാക്കി വച്ചോ കേട്ടാ. കുട്ടി, ഡോറ് തുറക്കൂ പ്ലീസ്. എന്റെ പേര് ഓമനക്കുട്ടൻ. എല്ലാവരും എന്നെ ഡ്യൂപ്ലിക്കേറ്റ് അഭിഷേക് ബച്ചൻ എന്ന് വിളിക്കും. എനിക്ക് കുട്ടിയോടൊരു കാര്യം പറയാനുണ്ട്. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ തന്നെ കണ്ടപ്പോ എന്തോ. പ്ലീസ്, ഈ ഗ്ലാസ് ഒന്ന് തുറക്കൂ, അല്ലെങ്കിൽ ഡോർ ഒന്ന് താഴ്ത്തു. ഒന്നും കാണാൻ വയ്യല്ലോ. നോക്കും. അതെ, എനിക്കൊരു ഓപ്പൺ. ഹലോ, ഇവളിതെവിടെ പോയി? മുതുകാടിന്റെ ശിക്ഷയാണ് അവള്. വഴിയിലെങ്ങും കാറ് നിർത്തിയില്ലല്ലോ. ഹോട്ടലിന്റെ പേര് വെസ്റ്റ്. അകത്ത് കയറിയ വേസ്റ്റ്. എന്തൊരു, നീ ഒരു 5 മിനിറ്റ് ക്ഷമിക്കേ, കോളേജ് ക്യാൻറ്റീൻ കഴിക്കാം. അത് നിന്റെ അച്ഛൻ. ആരുടെ എന്നെ വിളിച്ചത്? അയ്യോ, അച്ഛനെ അല്ല, അവിടെ നിൽക്കുന്ന നട്ടലില്ലാത്തവന്റെ അച്ഛനെയാ. അച്ഛനെ കയറി ഔസേപ്പേട്ടാന്ന് വിളിക്കരുത്. എന്താ? ബാലകൃഷ്ണന്റെ ചീട്ടിയാൻ കീറും. തോറ്റു കിടക്കുന്ന കൃത്യം 3:30 ഇവിടെ എത്തണം. 3:15 ഞാനിവിടെ ഉണ്ടാവും. ഗോപി വിളിക്കോ, വണ്ടി വിളിക്കോ? ആരാടാ നീ? ഞാൻ കോഴിപ്പുറത്ത് ഓമനക്കുട്ടൻ. ഓമനക്കുട്ടൻ കണ്ടവന്റെ കാറിന്റെ ഡിക്കിയിൽ എന്തിനാടാ കയറിയിരിക്കുന്നത്? ഇങ്ങോട്ടോ? അതെ, ഞാന് ഇവിടത്തെ പെൺകുട്ടിയെ കാണാൻ വേണ്ടി റെസ്റ്റോറന്റ് മുന്നിൽ നിന്നപ്പോ. ആര്? ലക്ഷ്മിയെ. അപ്പൊ നിങ്ങളെ കണ്ടപ്പോ ഈ ഡിക്കിയിലല്ല, ഈ ഡിക്കിയില് കയറി ഒളിച്ചിരുന്ന് അങ്ങനെ സ്റ്റക്കായി. ഇതുപോലുള്ള സംഭവങ്ങൾ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. നീ ഒരു അക്ഷരം മിണ്ടരുത്. അങ്ങനെയാണെങ്കിൽ ഈ പാന്റിന്റെ പോക്കറ്റിലും ഉണ്ട്. അപ്പൊ ഇന്നുപോലെ നമ്മള് ഫ്രണ്ട്സ്. വാ.
ശരി, ആദ്യം ഒരു 300 രൂപ ഇങ്ങോട്ട്. എന്തിന്? താൻ പിന്നെ ഇതൊക്കെ ഫ്രീ ആന്ന് വിചാരിച്ചു. അതിനത് ബാറാണോ? ഞാൻ മദ്യപിക്കില്ല. വിദേശ മദ്യേ വിപരീത ബുദ്ധി. താൻ മദ്യപിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി ലക്ഷ്മിയെ പ്രേമിക്കണോ? വേണം. ഒരു 300 രൂപ ഇങ്ങോട്ട്. പ്രേമിക്കുന്നതിനും ബില്ലുണ്ടോ? ഉണ്ട്. താൻ ആയതുകൊണ്ട് എന്റർടൈൻമെന്റ് ടാക്സ് ഒഴിവാക്കി. താങ്ക് യു. കാര്യം നടക്കോ? നടക്കും. പക്ഷെ ഈ 300 ഒതുങ്ങിയില്ല. പണം എനിക്കൊരു പ്രശ്നമല്ല. ദാ കണ്ട റിസർവ് ബാങ്ക്. അത് മനസ്സിലായി. പ്രണയമാണ് എന്റെ ലക്ഷ്യം. ഓഹോ. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കാത്ത എനിക്ക് ലക്ഷ്മിയെ കണ്ടപ്പോ മുതല് അവളെ സങ്കല്പത്തിലെ ഭാര്യയാക്കിയാലോ എന്നൊരു തോന്നല്. അതെ, ഇതുപോലുള്ള മമ്മൂഞ്ഞുള്ള നമുക്ക് ഇഷ്ടമല്ല. അയ്യോ, അവൾ എപ്പോഴും പറയാറുണ്ട് പുരുഷന്മാരായാൽ അല്പം മദ്യപിക്കണം, പുകവലിക്കണം എന്നൊക്കെ. ആണോ? പക്ഷെ ഞാൻ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല. സാരമില്ല, നീ ഒരെണ്ണം കഴിച്ചു തുടങ്ങിയാ പിന്നെ ചുമ്മാ കഴിച്ചോളൂ. 300 എന്നല്ലേ പറഞ്ഞത്? 500 ആയാലും വിരോധമില്ല. പക്ഷെ 300 ഇരുന്നാ മതി. ഇപ്പൊ. എനിക്ക് പിയേഴ്സ് സോപ്പാ ഇഷ്ടം. കഷ്ടം. തൊട്ടുകൂട്ടാനൊന്നുമില്ലേ? കാൽക്കുലേറ്റർ തൊട്ട് കൂട്ടുകയോ കുറയ്ക്കോ എന്ത് വേണേ ചെയ്താട്ടെ. കൊള്ളാലോ. നിന്റെ പേരെന്തോന്നു? നീയോ സാറേന്ന് വിളിയടാ. സോറി, സാറിന്റെ പേരെന്തോന്നടാ? കെ ഉജ്വലൻ പി. പി ഫോർ പൈസ. പുറമ്പോ. അതാണ് എന്റെ വീട്ടുപേര്. അയ്യോ, ഉജ്വലൻ ചേട്ടാ, എനിക്ക് ലക്ഷ്മിയെ കിട്ടിച്ചേരുവോ? എനിക്ക് എത്ര തന്ത ഉണ്ടെന്നാണ് നിന്റെ വിചാരം? അത് വലിയ പിടിയില്ല. ഒരു ക്ലൂ തരാമോ? അറിഞ്ഞൊന്നേ ഉള്ളൂ. ഉജ്വലൻ ഒരു വാക്ക് പറഞ്ഞ വാക്ക. ഉറപ്പാണ്? ഉറപ്പാ. പിടിച്ചോ? കോഴിപ്പുറം. കോഴിപ്പുറം. ആണിനെ കെട്ടാൻ നടക്കുന്ന ചാവാം. ഇതിങ്ങ പോരട്ടെ. ഉജ്വല, ഉജ്വല, എഴുന്നേക്ക്. ദേ ആരോ വന്നു പുറത്ത്. നീ ആര്? ഞാൻ ലക്ഷ്മിയെ കെട്ട 500 രൂപ തന്ന. എപ്പ തന്ന്? ഇതാകെ പ്രശ്നമാകും. മുങ്ങട്ടെ. ഇവനേതാ? അതെ കിടക്കണം. ആരാ മനസ്സിലായില്ല? എന്നോട് കൃത്യം 3:30 മണിക്ക് കോളേജ് വരണമെന്ന് പറഞ്ഞല്ലേ? ആര് പറഞ്ഞു? എന്ത് പറഞ്ഞു? എപ്പ പറഞ്ഞു? അപ്പൊ ഒന്നും ഓർമ്മയില്ലല്ലേ? വെള്ളം അടിച്ച് പിറ്റ കിടക്കണം തെണ്ടി. അതിന് സമയം കണ്ട പൊക്ക്. ആ ഉജ്ജലിനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്താക്കില്ലെങ്കിൽ അവൻ നമ്മളെ പുറത്താക്കും. അയാൾ എന്താ ബോബിനെ മാത്രം സാറേ സാറേ എന്ന് വിളിക്കുന്നത്? നമ്മളെ വിളിച്ചൂടെ? നീയാ സാറാ? എത്യോപ്യയിലെ ഇതാണ് കുഴപ്പം, ഇതാണ് കുഴപ്പം. അല്ലെ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. 2 കാല്. ഒരാൾക്ക് 2 കാലില്ല, പിന്നെ 4 കാലം. എന്റെ കാലിൽ വേറെ 2 കാല്. അയ്യോ, സത്യം പറയടാ, എന്തിനിവിടെ വന്നു? ഇയാളാ എന്റെ പുറകെ വന്നത്. ഞാൻ തന്നെയാ. കുട്ടിയെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് കുട്ടി അത്രയ്ക്ക് ഇഷ്ടമാ. എന്നെ അറിയില്ലേ? അന്ന് റെസ്റ്റോറന്റ് വെച്ച്. ഏത് റെസ്റ്റോറന്റിൽ? സുരേഷും വടിവേലും അല്ലേ? രാജീവ് എവിടെ? ഏയ്, ആ പേരിൽ ഇവിടെ ആരുമില്ല. അയ്യോ. ഞങ്ങൾ ലക്ഷ്മിയുടെ ആങ്ങളമാരാണ്. ഞാൻ ബാലകൃഷ്ണൻ, ഇവൻ ഞാൻ ഗോവിന്ദൻ. ഇനി വേറൊരാൾ കൂടി ഉണ്ട്. അത് രാജീവല്ല, ബോബിയാ. അപ്പൊ എനിക്ക് ആള് മാറിപ്പോയതാ. ഈയിടെയായിട്ട് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനും ഓർമ്മക്കുറവും. അതെ അതെ, അളിയന്മാര് തെറ്റിദ്ധരിക്കരുത്. എനിക്ക് ലക്ഷ്മി കുട്ടിയെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത് ചേട്ടാ. അപ്പോൾ നീയും കൂടി അറിഞ്ഞുകൊണ്ടായിരുന്നല്ലേ? എനിക്ക് വിവാഹം കഴിക്കാൻ സമ്മതമാണ്. ഇവൾ നമ്മുടെ പെങ്ങളായി പോയില്ലേ? ഞാൻ അച്ഛനോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. കോളടിച്ചല്ലോ. ഓമനക്കുട്ടൻ ഓസിന് ഒപ്പിച്ചെടുത്ത 1-ാം തരം ഒരു കല്യാണം. പക്ഷെ ഫാസ്റ്റ് ഫുഡ് പോലെ ഇത്ര പെട്ടെന്ന് ഒത്തുവരും ഞാൻ പ്രതീക്ഷിച്ചതേയില്ല. ഞാനും. ആട്ടെ, എപ്പോഴാണ് പാർട്ടി? എപ്പോ വേണമെങ്കിലും ഇപ്പൊ നടത്താമോ? പക്ഷേ ഇന്ന് ഞാനും മദ്യം കഴിക്കും. ഇപ്പൊ മദ്യത്തിന്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമായി തുടങ്ങി. അല്ല, ലക്ഷ്മിക്കുട്ടി പാർട്ടി കൂടുന്നില്ലേ? ലക്ഷ്മിക്കുട്ടി പാർട്ടിയിൽ കൂടുന്നില്ലേ? എനിക്ക് വല്ലാത്ത തലവേദന. ഞാൻ റൂമിൽ പോയി അല്പം റെസ്റ്റ് എടുത്തിട്ട് വരാം. എന്നാല് ഞാൻ പാർട്ടി കഴിഞ്ഞ് റൂമിലോട്ട് വരാം. എങ്ങോട്ടാ? ഒരു കാര്യം പറഞ്ഞേക്കാം. ആവശ്യമില്ലാത്ത പണി ഇന്നലെ കാണിച്ചത്. എന്താ? ഞങ്ങൾ തിരിച്ചു വരുന്നതിന് മുമ്പ് ഓമനക്കുട്ടനെ പുറത്താക്കിയില്ലെങ്കിൽ
തന്നെ പിടിച്ച് പുറത്താക്കും. ഇപ്പൊ എന്താ വേണ്ടത്? സാറ് വരുന്നതിന് മുമ്പ് അവനെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ഏറ്റു. ഒരുത്തരിട്ട് അങ്ങോട്ട് ചവിട്ട് കൊടുത്തിട്ട് കാലം കുറെ എന്താ സംശയം ഉണ്ടോ? പോയി പഠിക്കണോ? പേടിപ്പിക്കരുത് കേട്ടോ. കിടപ്പ് വേണ്ടാത്തൊന്നും അവന്റെ അപ്പൻ സമ്പാദിച്ച വീടാണെന്ന്. ഇതേത് ഹോട്ടലാ? വെയിറ്റർ, വെയിറ്റർ. വെയിറ്റർ, പാല് എന്ന കൈക്ക് എന്നെ നീ കൊത്തിയല്ലടാ. പാലല്ലല്ലോ, ബ്രാൻഡി അല്ലേ ഞാൻ ഇന്നലെ എടാ, കുടിച്ചടാ. കുടിച്ചാ വയറ്റി കിടക്കണം, അല്ലേ ഓടെ കിടക്കണം. കൊള്ളാവുന്ന ഒരുത്തനാണെന്ന് കരുതിയാണ് ലക്ഷ്മിക്കുട്ടിയെ വിവാഹം കഴിപ്പിക്കാൻ ഞാൻ അവരെ കൊണ്ട് സമ്മതിപ്പിച്ചത്. ആ വിശ്വാസം ഞാൻ ഒരിക്കലും തെറ്റിക്കില്ല. ലക്ഷ്മിക്കുട്ടിയെ ഞാൻ പൊന്നുമല്ല നോക്കി. അതെനിക്ക് ഇന്നലെ രാത്രി മനസ്സിലായടാ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എടാ, ആക്രാന്തം, കല്യാണം വരെ കാത്തിരിക്കാനുള്ള ക്ഷമ നിനക്കില്ലാതായി പോയത്. പാവൻ ലക്ഷ്മിക്കുട്ടി, അവൾ. ഞാൻ എന്ത് ചെയ്തെന്നായി പറയുന്നേ? പാർട്ടിക്ക് ശേഷം നീ ഇന്നലെ ലക്ഷ്മിക്കുട്ടിയുടെ മുറി പോയിരുന്നോ? അത് ഇന്നലെ ഒരു ബോധവും ഇല്ലായിരുന്നോണ്ട് പോയിരുന്നോന്ന് പോയിരുന്നു. എന്നാലും കല്യാണത്തിനു മുമ്പ് നീ ആദ്യ രാത്രി ആഘോഷിച്ചളഞ്ഞല്ലോടാ. എനിക്കിപ്പോഴും ചേട്ടൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? ഇല്ല. വിഡ്ഢി. ചെവി, അയ്യോ. ഇതിപ്പോഴല്ല, ഇന്നലെയാണ് തോന്നേണ്ടിയിരുന്നത്. ഞാനിനി ലക്ഷ്മിക്കുട്ടിയുടെ മുഖത്ത് എങ്ങനെ നോക്കും? നീ മുഖത്ത് നോക്കണ്ട. ഇപ്പൊ കയ്യിലെത്രണ്ട്? ഇത്രേ ഉള്ളൂ. ഗെറ്റ് ഔട്ട്. അപ്പൊ ലക്ഷ്മി ആട്ടോ ഒത്തീർപ്പ്. നാളെ കുറച്ച് കാശുമായിട്ട് വാ, നോക്കാം. ദേ, അതെ, ഈ പാന്റ് വേണേ ചേട്ടൻ എടുത്തോ. ഇറങ്ങി പോടാ. ഇവൻ എന്റെ സ്ഥിര ഇരയാവും. ഉജ്ജ്വല, നിന്റെ സമയം ഉജ്ജ്വലമായടാ.